നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യജീവനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കൊട്ടാരക്കര മീഡിയയുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗുരുതര കരൾ രോഗത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ് അബ്ദുൾ അസീസ് എന്ന ഈ 48-കാരന് മുന്നിൽ. സലീം എന്ന പേരിലാണ് ഇദ്ദേഹം എല്ലാവർക്കുമിടയിൽ അറിയപ്പെടുന്നത്. കൊട്ടാരക്കര സ്വദേശിയായ ഇദ്ദേഹം വർഷങ്ങളായി കൊട്ടാരക്കര ഗാന്ധിമുക്കിലെ മൈത്രി നഗറിൽ വാടകയ്ക്കാണ് കഴിഞ്ഞിരുന്നത്. മുഖത്തെപ്പോഴും ചെറു പുഞ്ചിരിയോടെ മാത്രം കണ്ടിരുന്ന സലീം നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്നു. വർഷങ്ങളായി LIC ഏജന്റായി ജോലി ചെയ്തിരുന്ന സലീമിനെ അറിയാത്ത ആളുകളും ഈ കൊട്ടാരക്കരയിൽ കുറവായിരിക്കും. എന്നാൽ സലീമിന്റെ ജീവിതം ഇപ്പോൾ കടന്നു പോകുന്നത് ഏറെ പ്രതിസന്ധിയിലൂടെയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 13-ാം തീയതി പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് മഞ്ഞപ്പിത്തം സലീമിന്റെ കരളിനെ ബാധിച്ചതായി തിരിച്ചറിയുന്നത്. കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതായി ഡോക്ടർമാർ വിധി എഴുതി. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ ചികിത്സ നടക്കുന്നത്. കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഇദ്ദേഹത്തിന് ഇനി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഏക വഴിയെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. കരളിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചതിനാൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇനി വൈകിപ്പിക്കരുതെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കരൾ ദാനം ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ ടിൻഡു തയ്യാറാണ്. പക്ഷേ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായും തുടർ ചികിത്സയ്ക്കായും 40 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ശസ്ത്രക്രിയ കഴിഞ്ഞാൽ 1 വർഷത്തോളം പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ ഭാര്യയും 10-ാം ക്ലാസ്സുകാരിയായ മകളും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ മുന്നോട്ടുള്ള ജീവിതം ഇവർക്ക് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതുവരെയുള്ള ചികിത്സയ്ക്കായി 12 ലക്ഷത്തോളം രൂപ ആശുപത്രിയിൽ ചിലവായിട്ടുണ്ട്. ഓരോ ദിവസവും മരുന്നിനും ടെസ്റ്റുകൾക്കുമൊക്കെയായി വലിയൊരു തുക തന്നെ ചിലവാകുന്നുമുണ്ട്. ഭർത്താവിനെ പരിചരിക്കാൻ മറ്റാരുമില്ലാത്തതിനാൽ ഭാര്യ ടിൻഡുവും ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ അവസ്ഥയിൽ സലീമിന്റെ തുടർ ചികിത്സയ്ക്കായി സഹായങ്ങൾ തേടുകയാണ് ഈ കുടുംബം. താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ സുമനസ്സുകളുടെ കാരുണ്യത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കേണ്ടി വരും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം പോലും ഈ കുടുംബത്തിന് വലിയൊരു കൈത്താങ്ങാകും. സലീമിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാനും ആ കുടുംബത്തിന് നിലനിൽപ്പിനായും സുമനസ്സുകളായ ആളുകളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ കൈമാറാവുന്നതാണ്.